JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് മെയ് 1-ാം തീയതി വ്യാഴം മാറുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ വ്യാഴമാറ്റത്തെ സംബന്ധിച്ച് ഒരുപാട് ഫലങ്ങളും പല ചാനലുകാരും പറയുന്നുമുണ്ട്. എന്നാൽ ഈ വ്യാഴമാറ്റം കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന മാറ്റം എന്താണ്, അതിൻ്റെ ഗുണമെന്താണ്, അതിൻ്റെ ദോഷമെന്താണ്? ഓരോ ഗ്രഹങ്ങളും മാറുമ്പോഴും ഭ്രമണം ചെയ്യുമ്പോഴും രാശി മാറുമ്പോഴുമൊക്കെ നമുക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനും പ്രകൃതിക്കുമൊക്കെ തന്നെ മാറ്റം സംഭവിക്കും. അത്തരത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ അനുഭവം ഈ മെയ് മാസം 1-ാം തീയതി മുതൽ ഒരു വർഷത്തെ വ്യാഴമാറ്റത്തിൻ്റെ ഗുണദോഷങ്ങൾ നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ആസ്പദമാക്കി ആ ജാതകം ഞാനൊന്ന് വിശകലനം ചെയ്ത് നിങ്ങളെ കേൾപ്പിച്ചതാണ്. അപ്പോൾ ഈ വ്യാഴമാറ്റം ഇത് ഒരു വർഷമേ ഉള്ളൂ. ഈ വ്യാഴമാറ്റം എന്താണ് നമുക്ക് സംഭാവന ചെയ്യുന്നത് എന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1199 മേടമാസം 18-ാം തീയതി 2024 മെയ് 1 ബുധനാഴ്ച പകൽ 2:04 തിരുവോണം നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൽ ശുക്ലപക്ഷ അഷ്ടമിതിഥിയും വ്യാഘ്രകരണവും ശുഭ നാമ നിത്യയോഗവും കൂടിയ സമയമാണ് വ്യാഴം ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നത്. ഇനി അങ്ങനെ ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്ന ആ ദിവസം മെയ് 1-ാം തീയതി 2 മണി ഉച്ചയ്ക്ക് പകൽ 2:04 ഗ്രഹനില എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ലഗ്നം ചിങ്ങൻ രാശിയാണ്. ലഗ്നത്തിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ കേതുവുണ്ട്. മകരത്തിൽ 6-ാം ഭാവത്തിലാണ് ചന്ദ്രൻ, കാരണം തിരുവോണം നക്ഷത്രമാണ്, അതുകൊണ്ട്. 7-ാം ഭാവമായ കുംഭത്തിൽ ശനിയുണ്ട്. 8-ാം ഭാവമായ മീനത്തിൽ ചൊവ്വയുണ്ട്, ബുധനുണ്ട്, രാഹുവുണ്ട്. മേടത്തിൽ ആദിത്യനും ശുക്രനുമുണ്ട്. ഇടവത്തിൽ രാശി മാറി വ്യാഴവുമുണ്ട്. ഇനി അംശസ്ഥിതി നോക്കിയാൽ മേടത്തിൽ ശനിയുണ്ട്, ഇടവത്തിൽ ചന്ദ്രനുണ്ട്, മിഥുനത്തിൽ ശുക്രനുണ്ട്, കർക്കിടകത്തിൽ ലഗ്നതവാംശകമാണ് കേതുവുമുണ്ട്, ചിങ്ങത്തിൽ അംശകം ചെയ്ത് ചൊവ്വയുണ്ട്, കന്നിയിൽ ആദിത്യനും ഗുളികനുമുണ്ട്, മകരൻ രാശിയിൽ ബുധനും വ്യാഴവും രാഹുവും അംശകം ചെയ്ത് നിൽപ്പുണ്ട്. അതുപോലെ കർക്കിടകത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്, അത് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഗുളികൻ നവാംശകം ചെയ്ത് നിൽക്കുന്നത് കന്നിയിലാണ്. ഇത്രയുമാണ് ഗ്രഹനിലയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. ഇനി ഈ ഗ്രഹനില അനുസരിച്ച് വളരെ സുപ്രധാനമായ ഒരു യോഗമുണ്ട്, അതുകൂടി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കാരണം ശനി ഇവിടെ കുംഭൻ രാശിയിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കിവിടെ ഈ 2:04 എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ്. അപ്പം ചിങ്ങൻ രാശിയുടെ 7-ാം രാശിയിൽ മൂലക്ഷേത്രത്തിൽ ശനി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിനെ ശശമഹായോഗം എന്ന് പറയാം. പിന്നെ സാധാരണ യോഗം പോലെ തന്നെ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും 2-ലും 12-ലും ഒക്കെ ആയിട്ട് വരുന്ന ചില യോഗങ്ങളും അങ്ങനെയൊക്കെയുള്ള യോഗം മാത്രമേ ഉള്ളൂ. പിന്നെ പ്രധാനമായിട്ടും വേറൊരു യോഗം പറയുന്നത് മേടത്തിലെ സൂര്യനും മകരത്തിലെ ചന്ദ്രനും എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാർ പരസ്പരം കേന്ദ്രരാശിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ നിന്നാലും പരസ്പരം കേന്ദ്രരാശികളിൽ നിന്നാലും അത് അത്ര മെച്ചമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനിയും നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ
ലഗ്നാധിപൻ സൂര്യനാണ്. സൂര്യൻ നിൽക്കുന്നത് ഉച്ചരാശിയിലാണ്. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സൂര്യൻ ഭരണാധികാരിയുമാണ്. രാജ്യത്തെ ഭരിക്കുന്നത് ആരാണോ, ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണോ, അതാണ് സൂര്യൻ. സൂര്യനെ സംബന്ധിച്ചാണ് ആ ഭരണാധികാരി എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലഗ്നാധിപനും ലഗ്നവും വെച്ച് നോക്കുമ്പോൾ സൂര്യൻ ഉച്ചരാശിയിലാണ്. ഉച്ചരാശിയിലും അതുപോലെ തന്നെ 9ാം ഭാവത്തിലുമാണ്. മേടൻ രാശി ഭാഗ്യസ്ഥാനത്തൂടിയാണ്. അവിടെ നിൽക്കുന്നത് ശുക്രനുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉച്ചരാശിയായ ആദിത്യൻ മേടൻ രാശിയാണല്ലോ ഉച്ചരാശി, അങ്ങനെ 9ാം ഭാവമായിട്ടൊക്കെ വരുമ്പോൾ ഈ നാടിനെ സംരക്ഷിക്കാൻ ശേഷിയുള്ള, നീതിബോധമുള്ള, ധൈര്യമുള്ള, ശക്തനായ ഒരു ഭരണാധികാരി വരും എന്നുള്ളതാണ് ആ ലഗ്നത്തിൻ്റെ പ്രത്യേകത. പിന്നെ ലഗ്നത്തിൽ ചൊവ്വ അംശം ചെയ്ത് നിൽപ്പുണ്ട്. ഈ ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പ്രതിരോധത്തെയും ആഭ്യന്തരത്തെയും പോരാട്ടത്തെയും അഭിപ്രായ ഭിന്നതയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ചൊവ്വയെ ലഗ്നത്തിൽ അംശം ചെയ്ത് നിൽപ്പുണ്ട്. അത് ആഭ്യന്തര വിഷയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അതെന്ത് തന്നെയായാലും. മറ്റൊന്ന്, ചന്ദ്രൻ ഈ സൂര്യനെ പറഞ്ഞു ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞു. ചന്ദ്രൻ സ്വാതന്ത്ര്യദിനത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാരത മാതാവെന്ന അമ്മയാണ്. ചന്ദ്രൻ അമ്മയും സൂര്യൻ അച്ഛനും. സൂര്യൻ രാജാവാണെങ്കിൽ ചന്ദ്രൻ രാജ്ഞിയാണ്, സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ അമ്മയാണ്. ആ നിലയിലാണ്. ഇവിടെ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഭരണത്തിലിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭരണ നേതൃത്വത്തിൽ ഉള്ളവരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ആരോ അവരാണ് സൂര്യനും ചന്ദ്രനും. സ്ത്രീയും പുരുഷനും എന്നുള്ള അർത്ഥം എടുത്താൽ മതി. ചൊവ്വയെ ഇനി ഓരോ ഗ്രഹങ്ങളുടെയും രാജ്യത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ ലഗ്നം എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരം, ആ വ്യക്തി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ 2ാം ഭാവം എന്ന് പറയുമ്പോൾ അയാളുടെ സ്വഭാവം, കുടുംബം, വിദ്യാഭ്യാസം, സാമ്പത്തിക രംഗം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്നത്. എന്നാൽ ഇവിടെ ആ വ്യത്യാസമനുസരിച്ച് അതിൻ്റെ ചില കാരകത്വം, സൂചനകൾ എന്ന് പറയും, അതും കൂടി ഞാൻ പറയാം. ഇപ്പോൾ സൂര്യനും ചന്ദ്രനും ഭരണാധികാരിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ചൊവ്വയെ ആഭ്യന്തരവും പ്രതിരോധവും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. ബുധനാണെങ്കിൽ വാർത്താവിനിമയം, വാർത്താ വിതരണം, അതുപോലെ വിദ്യാഭ്യാസം, തപാല്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന, എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ് ഈ വാർത്താ വിതരണം, വാർത്താവിനിമയം എന്നൊക്കെ ഉണ്ടാക്കുക, വിതരണം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളത്. വ്യാഴം ധനകാര്യത്തെയും നിയമത്തെയും വിദേശത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയമുണ്ട്, നിയമ മന്ത്രാലയമുണ്ട്, ധനകാര്യ മന്ത്രാലയമുണ്ട്, അങ്ങനെയൊക്കെയുള്ള അതുപോലെ നമ്മുടെ രാജ്യത്തെ ഭരണവ്യവസ്ഥ. അപ്പോൾ അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് വ്യാഴം. ശുക്രനാണെങ്കിൽ പ്രധാനമായും സാംസ്കാരിക വകുപ്പാണ്, സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്തിൽ ഈ വനിതാ സംരക്ഷണം, അങ്ങനെയൊക്കെയുള്ള വേറെ പല ഘടകങ്ങളും വരുമെങ്കിലും സാംസ്കാരികം എന്ന് പറയുന്നതാണ് പ്രധാനം. ശനി തൊഴിലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, കൃഷിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഖനനം, വ്യവസായം എന്നിങ്ങനെയുള്ള കാര്യത്തെയൊക്കെ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി ലഗ്നത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, ലഗ്നം മുതലുള്ള ആ രാശികളെ സംബന്ധിച്ച് പറയുമ്പം, ലഗ്നം അതായത് ലഗ്നരാശി അത് വകുപ്പിൽ ആഭ്യന്തരത്തെയും, 2ാം ഭാവം ഭക്ഷ്യവകുപ്പിനെയും ഭക്ഷ്യ ഉൽപ്പാദനത്തെയും സൂചിപ്പിക്കുന്നതാണ്. 3 വാർത്താവിതരണവും വാർത്താവിനിയോഗവും ഒക്കെയാണ്. 4 ഭൂഗർഭം, വാഹനം, അതുപോലെ തന്നെ നിർമ്മാണ പ്രക്രിയ, വഴി, റോഡ്, പാലം, അതുപോലെയൊക്കെയുള്ള
യാത്രാ സൗകര്യമായ യാത്രാ സംബന്ധമായ ആ ഒരു ഉൽപ്പാദന പ്രക്രിയ എന്ന് പറഞ്ഞാൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി വലിയ വലിയ പദ്ധതികൾ എന്ന നിലയിൽ നാഷണൽ ഹൈവേയും അതുപോലെ തന്നെ റോഡ്, അതുപോലെ ട്രെയിൻ ഗതാഗതം, റെയിൽ ഗതാഗതം, റോഡ് ഗതാഗതം, ഇങ്ങനെയൊക്കെയുള്ള സഞ്ചാരയോഗ്യമായ പാതകൾ നിർമ്മിക്കുക, അങ്ങനെയൊക്കെയുള്ളതെല്ലാം ഈ 4-ാം ഭാവത്തിൽ വരും. 5-ാം ഭാവം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. 6-ാം ഭാവം പ്രതിരോധമാണ്. അത് ഒരു രാജ്യം നേരിടുന്ന ഏതെല്ലാം തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലാത്തതായിക്കോട്ടെ, അതുപോലെ അയൽവക്കക്കാരുമായിട്ടുള്ള ശത്രുതയോ യുദ്ധമോ, രാജ്യത്തിനകത്തുള്ള ആഭ്യന്തരമോ, അതുപോലെ പ്രതിപക്ഷ വാക്കൗട്ടുകൾ, അതുപോലെ സമരങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിരോധത്തെ സൂചിപ്പിക്കുന്ന ആണ് 6-ാം ഭാവം. 7-ാം ഭാവം എന്ന് പറയുന്നത് വിദേശകാര്യമാണ്. 8-ാം ഭാവം ആരോഗ്യമാണ്. 9 നിയമമാണ്. രാജ്യസുരക്ഷയ്ക്കും രാജ്യയുടെ വളർച്ചയ്ക്കും അതിൻ്റെ പുരോഗതിക്കും വേണ്ടി കാലാകാലങ്ങളായി പല നിയമങ്ങളും ഭേദഗതി ചെയ്യുകയും പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക സ്വാഭാവികമാണ്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. 10-ാം ഭാവം വ്യവസായമാണ്. 10-ാം ഭാവം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ജാതകത്തിലൊക്കെ കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ തൊഴിലാണ്. ഇവിടെയും രാജ്യത്തിൻ്റെ പ്രധാനമായ ഒരു കാര്യമാണ് വ്യവസായം. 11-ാം ഭാവം എന്ന് പറയുന്നത് ധനകാര്യമാണ്. ഈ ധനകാര്യം എന്ന് പറയുന്നതിൻ്റെ പ്രധാനം വിദേശ നാണ്യത്തെ സൂചിപ്പിക്കുന്ന ധനകാര്യമാണ്. ആഭ്യന്തര ഉൽപ്പാദനം, അതുപോലെ തന്നെ കയറ്റുമതി നടത്തുന്നതിലും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വിദേശ നാണയ ബന്ധങ്ങളും അതിൻ്റെ പുരോഗതിയും അത് കൂടുകയാണോ കുറയുകയാണോ നേരെ, അതാണ് ഇവിടെ ധനകാര്യം എന്ന് സൂചിപ്പിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ ധനകാര്യം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്നത് മാത്രമാണ്. ഇത് രാജ്യത്തിൻ്റെ ഉള്ളിലെ ധനകാര്യമല്ല, രാജ്യത്തിന് പുറത്തു നിന്നും നമുക്ക് കിട്ടുന്ന വിദേശ നാണ്യത്തിൻ്റെ ഒരു അവസ്ഥ. അങ്ങനെയാണ് ഈ ഓരോ ഭാവങ്ങളും ഓരോ ഗ്രഹങ്ങളും സൂചിപ്പിക്കുന്ന കാര്യം. ഇനിയും നമുക്ക് ആ ഗ്രഹനിലയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇനിയും നമുക്ക് 2-ാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ 2-ാം ഭാവം കന്നിരാശിയാണ്. അധിപൻ ബുധനാണ്. ബുധൻ നീചരാശിയിൽ 8-ൽ മീനത്തിലാണ് നിൽക്കുന്നത്. ചൊവ്വായും രാഹുവും അതോടൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറവ്, അപര്യാപ്തത, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടത് ചെയ്യും എന്നുള്ളതാണ്. ഉൽപ്പാദന വളർച്ചാ നിരക്ക് വളരെ സാവധാനം എന്നത് കുറെ കൂടി വേഗതയിലാക്കാനും ബുധൻ നീചഭംഗം ചെയ്ത് നിൽക്കുന്നതിനാൽ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗുണകരവുമാണ്. നിയമപ്രശ്നങ്ങളും അഭിപ്രായ ഐക്യമില്ലായ്മയും അഥവാ വിമർശനാത്മകമായ വിഷയങ്ങൾ, അതാണല്ലോ ചൊവ്വ, കാരണം അത് എപ്പോഴും പ്രതിരോധത്തെ സൂചിപ്പിക്കുന്നതാണ്, അഭിപ്രായ ഭിന്നത, ഇതെല്ലാം പരിഹരിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഇനി 3-ാം ഭാവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നല്ല പ്രോത്സാഹനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തുലാൻ രാശി 3-ാം ഭാവവും രാശ്യാധിപൻ്റെ ദൃഷ്ടി ആ രാശിക്കുണ്ട്. തുലാൻ രാശി എന്ന് പറയുമ്പോൾ ശുക്രനാണല്ലോ. അപ്പോൾ സ്ത്രീ ശാക്തീകരണം ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. പൊതുവെ എല്ലാവർക്കും ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തന രീതിയായിരിക്കും ഉണ്ടാവുക. അയൽ രാജ്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ട സഹായവും അവരുടെ ക്ഷേമകാര്യങ്ങളിൽ താല്പര്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 3-ാം ഭാവം സഹോദര സ്ഥാനവും അയൽവക്കവും ഒക്കെയാണ്. അപ്പോൾ അയൽ രാജ്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസകരമായ ചില നിലപാടുകളൊക്കെ ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി 4-ാം ഭാവം നമ്മൾ എടുക്കുമ്പോൾ 4-ാം ഭാവം വഴിയെയും അതുപോലെ യാത്രയെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം 4-ാം ഭാവം വൃശ്ചികൻ രാശിയും ഭാവാധിപൻ ചൊവ്വ 8-ൽ ബുധരാഹു യോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. വൃശ്ചികം ജലരാശി ആയതുകൊണ്ട് ജലപാതയും
അതുപോലെ ഭൂഗർഭപാത, മല തുരന്നുള്ള ആ ഒരു പാതയുടെ കാര്യമാണ്. അപ്പം രാജ്യവികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാതകളിൽ ചിലപ്പോൾ റെയിൽവേ മാർഗവും ആകാം. ഈ ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പാറയുടെ ഒരു സാന്നിധ്യമാണ് സാധാരണഗതിയിൽ ചിത്രീകരിക്കുക. അപ്പോൾ മേഷസിംഹേ കാനനം വൃശ്ചികേ വാൽമീക കാനന സംയുക്തം എന്ന് പറയുമ്പോൾ പാറ കൊണ്ടുള്ള മലനിരകൾ, അപ്പോൾ അതൊക്കെ ഭേദിച്ച്, അതാണ് ഭൂഗർഭം എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദുർഘടമായ ഘട്ടങ്ങൾ തരണം ചെയ്ത് വേണം ഈ ഗതാഗതം സുഗമമാക്കാൻ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഉള്ള പ്രവർത്തനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വേഗതയില്ലായ്മയും സാങ്കേതിക തടസ്സങ്ങളും ചൊവ്വ തടസ്സത്തെയും രാഹു താമസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മീനൻ രാശി സമുദ്രത്തെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് സമുദ്രപാതയുടെ സംരക്ഷണവും നടത്തേണ്ടതായി വരും. 4-ാം രാശി വടക്കേ ദിക്കിനെയും മീനം വടക്ക് കിഴക്കൻ പ്രദേശത്തെയും സൂചിപ്പിക്കുന്നതാണ്. മീനത്തിൻ്റെ രാശാധിപനായ വ്യാഴം നീചരാശിയിൽ അംശിച്ചതിനാൽ അഷ്ടമത്തിൽ രാഹു കുജയോഗം ഈ പറയുന്ന മേഖലകളിൽ അപകട സാധ്യതയെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം രാഹു ബന്ധം ഒരു അട്ടിമറിയെ വേണമെങ്കിലും സംശയിക്കാം എന്നുള്ളതാണ്. എന്നാൽ ബുധൻ ഇവിടെ നീചഭംഗ രാജയോഗം വന്നതിനാൽ അതിനെ അതിജീവിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വൃശ്ചികൻ രാശി കരസേനയെയും മകരം വായുരാശി ആയതിനാൽ വ്യോമസേനയെയും മീനം സമുദ്രസൂചകമായതിനാൽ നാവികസേനയെയുമാണ് സൂചിപ്പിക്കുന്നത്. അഥവാ കരമാർഗം, കടൽ മാർഗം, വായുമാർഗം എന്നിങ്ങനെയുള്ള പാതകൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു വർഷം നിലവിലുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു സൂചനയാണ്. ഇനി 5-ാം ഭാവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നൂതന കാഴ്ചപ്പാട് മൂലം ഇതുവരെ ഉണ്ടായിരുന്ന രീതികളിൽ മാറ്റം വരുത്തി മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. 6-ാം ഭാവം മകരൻ രാശിയാണ്. മകരൻ രാശിയിൽ ബുധനും രാഹുവും അംശകത്തിലുണ്ട്. മകരത്തിൽ നിൽക്കുന്നത് ചന്ദ്രനാണ്. വ്യാഴം മകരത്തിൽ അംശകസ്ഥിതി നിൽക്കുക എന്ന് പറയുമ്പം വ്യാഴത്തിൻ്റെ നീചരാശിയാണ് മകരം. അങ്ങനെയാണ് 6-ാം ഭാവത്തിൻ്റെ സ്ഥിതി. അപ്പം ഇവിടെ പ്രതിരോധ രംഗത്ത് വായുസേനയും, മകരൻ രാശി വായുസേനയുടെ വായുരാശിയാണ്. അപ്പം പ്രതിരോധ രംഗത്ത് വായുസേന കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മകരം കുംഭൻ രാശികളാണ് വായുരാശിയെങ്കിലും കുംഭത്തിൽ മൂലക്ഷേത്രത്തിലെ ശനിയാണ് നിൽക്കുന്നത്. മീനം ആകാശരാശിയുമാണ്. അപ്പം മകരവും മീനവും നമ്മൾ എടുക്കുമ്പോൾ അത് വായു ആകാശത്തെ ബന്ധിപ്പിക്കുന്ന 2 രാശികളായതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വായുസേന കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു വർഷം എന്നുള്ളത്. ഇനി 7-ാം ഭാവം എടുത്താൽ വിദേശകാര്യമാണല്ലോ. അപ്പോൾ വിദേശ ബന്ധങ്ങളിൽ സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ 7-ാം ഭാവത്തിൽ ശശ മഹായോഗത്തോടു കൂടി നിൽക്കുന്ന ശനിയാണ്, കുംഭൻ രാശിയിലെ ശനി. അതാണ് 7-ാം ഭാവം. അത് ഗ്രാമാധിപത്യം, നഗരാധിപത്യം, സാമ്രാജ്യാധിപത്യം ഇങ്ങനെയുള്ള പല ആധിപത്യങ്ങളും ജാതകവശാൽ പറയുന്നുണ്ട്. അപ്പം എന്തായാലും വിദേശ ബന്ധം വളരെ മെച്ചമാകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശനി ആയിരുന്നത് കൊണ്ട് നേരത്തെ മോശമായിരുന്ന പല രാജ്യങ്ങളുമായും, അതായത്
ഇന്ത്യയുമായും അത്ര അടുപ്പമൊന്നുമില്ലാതിരുന്ന പല രാജ്യങ്ങളുമായും ഒരു കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് ആ വിദേശ ബന്ധത്തിൻ്റെ പ്രത്യേകത. കയറ്റുമതി രംഗത്തും വാണിജ്യ രംഗത്തും പുത്തൻ ഉണർവും വിദേശ നയത്തിലും വിദേശ ബന്ധത്തിലും വലിയ അടുപ്പം കാണിക്കാതെ മടിച്ചു നിന്നവരും വലിയ സാമ്പത്തിക പുരോഗതി ഇല്ലാത്തവരും അവരുടെ ഉന്നമനത്തിന് ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. 7ാം ഭാവം കുംഭൻ രാശിയും രാശ്യാധിപൻ ശനി മൂലത്രികോണത്തിലും ആണ് എന്നുള്ളതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇത് പഞ്ചമഹാപുരുഷ യോഗത്തിലെ ഒരു നല്ല യോഗം തന്നെയാണ്. ഇനി അഷ്ടമഭാവം എടുത്താൽ 8ാം ഭാവമാണ് മുമ്പേ പറഞ്ഞ മീനൻ രാശിയും ചൊവ്വായും ബുധനും രാഹുവും നിൽക്കുന്നത്. അത് ജലരാശിയും അതുപോലെ തന്നെ വായുരാശിയും ആകാശരാശിയും ഒക്കെയായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ 8ാം ഭാവം ആരോഗ്യമാണ്. ആരോഗ്യരംഗത്ത് മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ് ഈ വരുന്ന വ്യാഴത്തിൻ്റെ അപഹാരം കൊണ്ട് ഒരു വർഷം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി ചില പദ്ധതികൾക്ക് രൂപം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള ആരോഗ്യരംഗവും ആരോഗ്യ വിദ്യാഭ്യാസവും പൂർണ്ണമായും ഫലപ്രദമല്ലെന്ന ആശയം വരാം. അഷ്ടമം മീനൻ രാശിയും ബുധൻ നീചനും ചൊവ്വായും രാഹുവും മീനത്തിൽ നിൽക്കുന്നതിനാൽ രാഹു മോഡേൺ മെഡിസിനെയും ചൊവ്വ കാര്യക്ഷമതയിലുള്ള കുറവിനെയും ബുധൻ സാങ്കേതിക വിദ്യയുടെ അഭാവം അഥവാ ഉപകരണങ്ങളുടെ കാര്യക്ഷമതയിലെ അപാകതയെയും സൂചിപ്പിക്കാം. ബുധന് നീചഭംഗ രാജയോഗമുള്ളതിനാൽ ആരോഗ്യരംഗം കൂടുതൽ കാര്യക്ഷമവും കുറ്റമറ്റതും ആക്കാനുള്ള പ്രായോഗികമായ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകും. 9ാം ഭാവം പുരോഗതിയും അതുപോലെ നിയമ ഭേദഗതിയുമൊക്കെയാണ്. രാജ്യപുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും തടസ്സം വരാവുന്ന അഭിപ്രായ ഭിന്നതയെ നയപരമായി നേരിട്ടുകൊണ്ട് സുപ്രധാനമായ പല തീരുമാനങ്ങളും പ്രാവർത്തികമാക്കാൻ മികച്ച നിയമനിർമ്മാണം, നിയമ ഭേദഗതി എന്നിവയൊക്കെ ഉണ്ടാകും. നല്ല രീതിയിൽ നടപ്പാക്കാതെ ഉപേക്ഷ വിചാരിച്ചിരുന്ന പല സംഗതികളും വേഗത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനവും വരും. 9ാം ഭാവം മേടൻ രാശിയും അവിടെ ഉച്ചരാശിസ്ഥനായ സൂര്യനും 10ാം ഭാവാധിപനായ ശുക്രനും നിൽക്കുന്നു. ശനി നവാംശകം ചെയ്യുന്നു. സ്ത്രീകളുടെയും വൃദ്ധജനങ്ങളുടെയും ഉന്നമനത്തിന് പുതിയ പല പദ്ധതികളും വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി 10ാം ഭാവം എന്ന് പറയുന്നത് വ്യവസായ രംഗമാണ്. 10ൽ വ്യാഴം, ചന്ദ്രൻ നവാംശകം ചെയ്തിരിക്കുന്നു. കലാപരമായ കഴിവുകളെ ആഡംബര വസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ, പാരമ്പര്യ കലകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, നല്ലയിനം നൂതനമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, നെയ്ത്തുശാലകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ തനതായ പാനീയങ്ങൾ എന്ന് പറയുമ്പോൾ കെമിക്കലുള്ളതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ തനതായ പാനീയങ്ങൾ, പശു വളർത്തൽ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങി ഗ്രാമീണ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന തൊഴിൽ സംരംഭങ്ങൾക്ക് പ്രാധാന്യം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. കാർഷികോൽപാദനത്തിൽ വളർച്ചയ്ക്ക് വേണ്ട സഹായങ്ങൾ എന്നിവയും സാമ്പത്തിക രംഗത്തും വിദ്യാഭ്യാസപരമായി ധനകാര്യം, സാമ്പത്തിക രംഗത്തെ പഠനം, ആരാധനാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട സൗകര്യം, നമ്മുടെ രാജ്യത്തെ പരമ്പരാഗതമായതും പുരാതനവുമായ അറിവുകളെ രാജ്യപുരോഗതിക്ക് ഉപയോഗിക്കുന്ന വിധം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ എന്നിവയെല്ലാം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
പിന്നെ മറ്റുള്ള പല മേഖലകളും, ഇതൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന മേഖലകളാണ്. അല്ലാതെ വ്യവസായ രംഗത്ത് ഒരുപാട് പുരോഗതിക്കുള്ള സാധ്യതയും പുരോഗതി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസരവുമാണ് ഇപ്പോൾ. കാരണം പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പോൾ വിദേശ കയറ്റുമതി രംഗത്ത് തന്നെ ഇന്ത്യ ഒരു നല്ല പങ്ക് വഹിക്കുന്ന രാജ്യമാണ്. ഇനി നമ്മൾ 11ാം ഭാവം എടുക്കുമ്പോൾ അത് മുമ്പേ പറഞ്ഞതുപോലെ വിദേശ നാണ്യമാണ്. 11ാം ഭാവാധിപൻ നീചനായി 11-ൽ. 11ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ബുധനാണ്. ബുധൻ നീചനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 11-ൽ ചൊവ്വയുടെ ദൃഷ്ടിയും ശുക്രൻ്റെ അംശസ്ഥിതിയും ഒക്കെ ഉണ്ട്. അപ്പോൾ വളർച്ചാ നിരക്ക് അത്ര മോശമല്ലാത്ത നിലയിലേക്ക് വരും. അപ്പോൾ നേരത്തെ വളർച്ചാ നിരക്ക് അത്ര മെച്ചമായിരുന്നു എന്ന് പറയാനില്ല, കാരണം 11ാം ഭാവാധിപൻ നീചരാശിയിലാണ്. എന്നാൽ ഇപ്പോൾ നീചഭംഗ രാജയോഗത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന വളർച്ചാ നിരക്കിന് വ്യത്യാസമുണ്ടാകും, പുരോഗതി ഉണ്ടാകും എന്ന് പറഞ്ഞത്. 10ാം ഭാവാധിപനായ ശുക്രൻ ഈ സാമ്പത്തിക വർഷം സാമ്പത്തിക രംഗം തന്നെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇനി 12ാം ഭാവം നമ്മൾ പരിശോധിച്ചാൽ അത് പ്ലാനിങ് ആണ്, 1. രണ്ടാമത്തേത് ചിലവാണ്, 3 നഷ്ടത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം തന്നെയാണ് ഈ 12ാം ഭാവം വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 12-ലാണ് ഗുളികൻ നിൽക്കുന്നത്. 12ാം ഭാവാധിപൻ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ 6-ലാണ് നിൽക്കുന്നത്. അപ്പം 12ാം ഭാവാധിപൻ 6-ൽ നിന്നാലും 6-ാം ഭാവാധിപൻ 12-ൽ നിന്നാലും ഇതിന് വിപരീത രാജയോഗം എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഈ 12ാം ഭാവം അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മെച്ചമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഒക്കെ, ഈ രാജ്യ പുരോഗതിക്ക് വേണ്ടുന്ന പദ്ധതികൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ അനാവശ്യമായ ഒരുപാട് ദുർച്ചെലവുകളൊന്നും നഷ്ടങ്ങളുമൊന്നും സംഭവിക്കാനുള്ള സാധ്യതയുമില്ല. കാരണം അതിവിടെ വിപരീത രാജയോഗം വന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ 6-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 12ാം ഭാവാധിപൻ 6-ൽ നിൽക്കുക, ഇവിടെ 12ാം ഭാവാധിപനാണ് ചന്ദ്രൻ, 6-ലാണ് നിൽക്കുന്നത്. 12ാം ഭാവം എന്ന് പറയുന്ന നഷ്ടസ്ഥാനമാണ്. 6-ാം ഭാവം ശത്രുക്കളുടെയാണ്, അല്ലെങ്കിൽ രോഗം, ശത്രു, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വ്യവസ്ഥാനത്ത് അല്ലെങ്കിൽ നഷ്ടസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ശത്രുവിൻ്റെ നഷ്ടമാണ് വരുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് ഗുണമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് വിപരീത രാജയോഗം ഉണ്ട് എന്ന് പറയാൻ കാര്യം. പൊതുവേ ഈ ഇടവൻ രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ അത് 2025 ഏതാണ്ട് മെയ് മാസം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ തീയതി ഞാൻ നോക്കിയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 1 വർഷമാണ് വ്യാഴത്തിൻ്റെ കാലാവധി പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ തിരുവോണം നക്ഷത്രം ആയിരുന്നല്ലോ ഇവിടെ ഈ വ്യാഴമാറ്റ ദിവസത്തെ നക്ഷത്രം. അപ്പം തിരുവോണം നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപനും ചന്ദ്രനാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ ഗ്രഹനിലയിലെ വിശദീകരണത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നത്, അത് കണ്ടിട്ടില്ലാത്തവർ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. 2015-2025 കാലഘട്ടം ചന്ദ്രൻ്റെ ദശാകാലമാണെന്നും ആ 10 വർഷം ഇന്ത്യ വളരെ വളർച്ചയെയും പുരോഗതിയെയും അഭിവൃദ്ധിയെയും പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ചന്ദ്രന് പ്രാധാന്യമുള്ള ഒരു നക്ഷത്രത്തിൽ വ്യാഴം ഇടവൻ രാശിയിലേക്ക് മാറുന്ന സാഹചര്യം എടുക്കുമ്പോഴും ആ ഗ്രഹനില ജാതകം പരിശോധിക്കുമ്പോഴും 1 വർഷം കാര്യമായ ഒരു നഷ്ടവും
ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ഉണ്ടാകാം എന്നുള്ളതല്ലാതെ നമ്മുടെ രാജ്യം പുരോഗതിയുടെ പാതയിലേക്ക് തന്നെയാണ് ഈ വർഷവും, അതായത് ഈ ഒരു വർഷക്കാലവും 2025 വ്യാഴം മാറുന്നത് വരെയുള്ള ആ കാലഘട്ടവും പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ശക്തനായ ഒരു ഭരണാധികാരിയെ കിട്ടും. പല പരിഷ്കാരങ്ങളും നമുക്കിവിടെ ഉണ്ടാകും. അത് സ്ത്രീകളെ സംബന്ധിച്ചും ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇതിനകത്തിൽ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അസ്ട്രോളജി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഈ വിശകലനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവർക്കും ഇത്തരം വിശകലനം നടത്തുന്നത് എങ്ങനെയാണ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഉള്ള ഒരു വീഡിയോയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.